ഹായ് ഹലോ, ചിക്കൻ പെരട്ടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയൊരു സാധനമാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത്. ചിക്കൻ പെരട്ട തന്നെ ഞാൻ കുറേ വിധം കണ്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊരു ഐറ്റമാണിത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പാത്രം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചപ്പോൾ തന്നെ കറണ്ട് പോയിട്ടോ. പിന്നെ ഞാൻ എമർജൻസിക്ക് വെച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ലേ എന്ന് കരുതിയിട്ട് എമർജൻസീൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അതിന് മുന്നോടിയായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ സാധാ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ, എരിവുള്ള കാരണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ മസാലയും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രം തീ കത്തിച്ചാൽ മതി. തീ കത്തിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരു 1.5 kg ചിക്കനൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മളിതിൽ സ്പെഷ്യൽ വെള്ളമൊന്നും പുറമെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ചിക്കനത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ആവുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കിട്ടോ. ഈ പാത്രത്തിൻ്റെ അടപ്പൊരു ചില്ലുള്ളതായിരുന്നു കേട്ടോ, അത് വീണ് പൊട്ടി. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ചെമ്പിൻ്റെ അടപ്പെടുത്തേക്കാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും 2 സവാള അരിഞ്ഞതും 2 വലിയ തക്കാളി ഒന്ന് ജ്യൂസാക്കിയിട്ട്, വെള്ളം ഒന്ന് ചേർക്കാതെ ജ്യൂസാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അടച്ചും തുറന്നുമായിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ചാൽ പണി പാടും. അപ്പോൾ ഇതേ റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ